പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി.ജെ.പിയിൽ പോയതിൽ തെറ്റ് കാണുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ. അത് അവരുടെ തീരുമാനമാണ്. അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം. തൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. തൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മുംബൈയിൽ എത്തിയതായിരുന്നു ചാണ്ടി ഉമ്മൻ. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തും. പാർട്ടി വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ലെന്ന നിരാശ കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അത്തരത്തിലുള്ള മോശം പ്രസ്താവന താൻ ഒരിക്കലും നടത്തില്ലെന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ പര്യടനം ഇന്ന് മുംബൈയിൽ സമാപിക്കും. നാളെ മുംബൈ ദാദറിലെ ശിവാജി പാർക്കിൽ നടക്കുന്ന ന്യായയാത്രയുടെ സമാപന സമ്മേളനവും മെഗാ റാലിയും ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് ശക്തി പ്രകടനമായി മാറും. താനെയിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം വൈകിട്ടോടെ ദാദറിലെ അംബേദ്കർ സ്മാരകത്തിൽ സമാപിക്കും. മണിപ്പൂരിൽ നിന്ന് ജനുവരി 14 ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. 63 ദിവസത്തെ യാത്രയെ രാഹുലും സംഘവും 6700 കിലോമീറ്ററോളം സഞ്ചരിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ജാഥയുടെ ഭാഗമാകും. ഇന്നലെ മുംബൈയിൽ ചേർന്ന മഹാവികാസ് അഘാഡി യോഗത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അവസാനവട്ട നീക്കുപോക്കുകൾ ചർച്ചയായിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പത്മജ വേണുഗോപാൽ സജീവമാണ്. കെ കരുണാകരനും എ.കെ. ആന്റണിയും ഗ്രൂപ്പ് കളിച്ചപ്പോഴും അനിൽ ആന്റണിയുമായി നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നും തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളാണെന്നും അതുകൊണ്ട് അനിലിന് വേണ്ടി ഇവിടെ എത്തിയെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിൽ വരും. കരുണാകരന്റെ മകൾ എന്ന നിലയിലാണ് ഇക്കാര്യം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. കെ കരുണാകരന്റെ മകളായതിനാൽ വേദിയിൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ ഒരു മൂലയിലായിരുന്നു സ്ഥാനമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. അനിൽ ആന്റണിയുടെ പ്രചാരണ യോഗത്തിൽ പത്മജ വേണുഗോപാലിന് മുൻനിരയിലാണ് ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് അംഗീകാരമുണ്ടെന്നും മോദി തന്നെ ആകർഷിച്ചുവെന്നും അതിനാൽ ബി.ജെ.പിയിൽ ചേർന്നുവെന്നും പത്മജ പറഞ്ഞു. മോദിയുടെ വീടാണ് ഭാരതം. കോൺഗ്രസിന് നല്ല നേതൃത്വമില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എ.ഐ.സി.സി ആസ്ഥാനം പൂട്ടും. കെ കരുണാകരന്റെ മകളെ കോൺഗ്രസിന് വേണ്ട. അത് കെ മുരളീധരന്, അതായത് എൻ്റെ സഹോദരന് മനസ്സിലാകും. കെ മുരളീധരന് പരവതാനി വിരിച്ചാണ് താൻ പോകുന്നത്. അല്പം വൈകിയെല്ലാം മനസ്സിലാകുന്ന ആളാണ് കെ മുരളീധരൻ. പ്രബലമായ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു. എല്ലാ ബൂത്തിലും തനിക്ക് ആളുണ്ട്. വെറുതെ ബി.ജെ.പിയിൽ വന്നതല്ല. തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയവർ ആണ് പാർട്ടി വിട്ടപ്പോൾ ആക്ഷേപിക്കുന്നത്. പ്രവർത്തിക്കാൻ ഒരു അവസരം മാത്രം ചോദിച്ചാണ് ബി.ജെ.പിയിൽ വന്നത്. ഒരു സ്ഥാനവും വേണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.